ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളമെടുത്ത് അതിലൊരു കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു ബൗളെടുത്ത് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ ആ വെള്ളം അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായി കുഴച്ചു കൊടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 1 കപ്പ് തേങ്ങ, ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഒരു 10-20ഓളം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയാൻ പാടില്ല. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായി കുഴച്ചു കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടകളാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു വാഴയില വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. കാരണം വാഴയില വെച്ച് സ്റ്റീം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് പേരെന്താണെന്നൊന്നും ചോദിച്ചറിയില്ല. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.